പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ തോപ്രാങ്കുടിയിൽ നിന്ന് വരുന്നു. സാക്ഷ്യം വൈഫ് പറയും. എൻ്റെ പേര് ഷേർലി ജോർജ്. ഞാൻ 2023 മാർച്ച് 17-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത അന്ന് ഇവിടെ കാലുകുത്തി ആ നിമിഷം മുതൽ മാതാവിൻ്റെ ഈശോയിൽ നിന്ന് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങി തരുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറയുന്നത് 30 വർഷമായിട്ട് ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു പറഞ്ഞാൽ വാസയോഗ്യമല്ലാത്തൊരു വീടുണ്ട്. അപ്പം ഞങ്ങൾക്ക് മാതാവ് ചെയ്തതൊരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഞാൻ സെപ്റ്റംബർ 13-ാം തീയതി രാവിലെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ വീടില്ലല്ലോ. അപ്പം ഞങ്ങളിവിടെ കുറേ ആളുകളെ 500 പേരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം വരുന്ന നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ കൂടി. അപ്പോൾ ഇവരെല്ലാം വണ്ടിയെ കയറുമ്പോൾ എന്നോട് പറയും, നിൻ്റെ വീട് കണ്ടിട്ട് ഞങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു വിഷമമുണ്ട്. അപ്പം ഞാനിങ്ങനെ ഈ 13-ാം തീയതി അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്കും ഒരു വീട് തരണേ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം സെപ്റ്റംബർ 14-ാം തീയതി ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പം എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുവാണ്, തൊട്ടടുത്ത് കിടക്കുന്ന വീട് സ്ഥലവും വിൽക്കാനിട്ടിരിക്കുക, നിനക്കത് വാങ്ങിക്കാൻ പറ്റും, ലോണും ഉണ്ട്, നീ അത് നോക്കാൻ. പെട്ടെന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല, എന്താ ഇങ്ങനെയെന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും തന്നെ അപ്പം തന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഉച്ച സമയത്ത് ഒരു ബ്രോക്കർ വന്നിട്ട് പറയുന്നത്. അപ്പം ഞങ്ങളൊരു വീടിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും. എന്നൊരു ഈ ബ്രോക്കർ എന്നിട്ട് പറഞ്ഞു, തൊട്ടടുത്ത് നമ്മുടെ മുറ്റത്തോട് ചേർന്ന് കിടക്കുന്ന, അത് കണ്ടാലേ അറിയത്തുള്ളൂ മാതാവ് നമ്മളെ എത്ര അനുഗ്രഹിച്ചെന്നുള്ളത്. അപ്പം ആ വീടിങ്ങനെ കൊടുക്കാനിരിക്കുക, നിങ്ങൾ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഇത്രയൊക്കെ വില പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അതിനുള്ള പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ബാങ്കിലൊന്ന് പോയി നോക്കാം, ബാങ്കിൽ പോയി നോക്കുമ്പോൾ അറിയാമല്ലോ ലോണ് കിട്ടുമോ ഇല്ലയോ എന്നറിയാവുന്നു. അപ്പം ഞങ്ങളങ്ങനെ 2 പേരും കൂടെ SBI പോയി ലോണിൻ്റെ ചോദിച്ചു. പട്ടയമുള്ള സ്ഥലമാണ്, വാങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ പറഞ്ഞു ലോൺ തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ അടുത്ത ദിവസം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സുമായിട്ട് എല്ലാം ചെന്നു. അവരെല്ലാം കണ്ട് തൃപ്തിപ്പെട്ടിട്ട് പറഞ്ഞു ലോൺ തരാം, ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം ശരിയാക്കി കൊടുത്തിട്ട് ഞങ്ങൾ പോകുന്ന ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം അടുത്ത ഇത് വിളിക്കുന്നു, ഈ ആധാരത്തിൻ്റെ ഒരു കോപ്പി ഇല്ല എന്നും പറഞ്ഞു. വക്കീലിൻ്റെ അടുത്തൊക്കെ ചെന്നപ്പോഴും ഒരു പ്രശ്നമില്ല. മാനേജർ വന്ന് നോക്കി, എല്ലാവരും നോക്കി, അന്നേരം ഒന്നും ഒരു കുഴപ്പമില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറയുവാണ്. പിന്നെ എന്നാ ചെയ്യുന്നത്, ഏതായാലും പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇതുപോലെ ഏത് സമയത്തും ഞാൻ പ്രാർത്ഥിക്കുമ്പം വിശുദ്ധ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്, എപ്പോഴും കുരിശോടുകൂടിയാണ്, കുരിശാണ്, അങ്ങനെയാണ് എൻ്റെ ഒരു ചിന്ത തന്നെ. ഇപ്പോൾ രാവിലെ ഞാൻ ഈ ആധാരം എടുത്തോണ്ടിട്ട് അതേലിങ്ങനെ നമുക്കതിൻ്റെ കോപ്പി ഇരിപ്പുണ്ട്. ആ കോപ്പിയിലിങ്ങനെ വിശുദ്ധ തൈലം വെച്ച് 4 സൈഡിലും കുരിശ് വരച്ചു, ഉപ്പും 4 സൈഡിലും വെച്ചു. മാതാവിൻ്റെ ഒരു ചെറിയ കാശുരൂപം വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ മോൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഇത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ബാങ്കുകാർ തന്നെ പറഞ്ഞു, ഇത് എഴുതിയിരിക്കുന്നത് മീനച്ചിൽ താലൂക്കിൽ നിന്നാണ്, നിങ്ങൾ അവിടെ പോയി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുറച്ച് പേരോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഇത് കിട്ടാനൊരു സാധ്യതയൊന്നും ഉള്ളതൊന്നും അല്ല. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് അമ്മയും തിരുക്കുമാരനും അല്ലേ ശരണമായിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഇത് അമ്മ തന്നെ ചെയ്തു തരണം, അമ്മയുടെ മോൻ അസാധ്യമായിട്ട് ഒന്നുമില്ല, അത് പലതവണ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവളും ഞാൻ, അതുകൊണ്ട് അമ്മ തന്നെ ഇത് ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഒക്ടോബർ 12-ാം തീയതി ഒരു 2 മണി സമയമായപ്പം എൻ്റെ ജീവിത പങ്കാളിയുടെ മനസ്സിലോട്ട് ഇങ്ങനെ തോന്നുക, ആ ഇരിക്കുന്ന ആധാരമെല്ലാം അപ്പം ബാങ്കിൽ നിന്ന് അതെല്ലാം നമുക്ക് തിരിച്ച് തന്നു വിട്ടു, നിങ്ങളിത് പോയി മീനാച്ചി താലിക്ക് പോയി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ ഇതെടുത്ത് വെച്ചിട്ട് ശാന്തമായിട്ട് നോക്കി. ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഒരു 2:30 ആയപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. ഞാനത് നോക്കിയപ്പം ഭയങ്കര സന്തോഷത്തോടെ എന്നെ വിളിച്ചിട്ട് പറയുക, ആ ആധാരത്തിൻ്റെ കോപ്പി അതിനകത്ത് തന്നെയുണ്ടെന്ന്. കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ സന്തോഷം നമുക്ക് പറയാൻ അറിയത്തില്ല. കാരണം ഇത് ഒരിക്കലും കിട്ടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ അവിടുന്ന് ഓടി വന്ന്, ഞങ്ങൾ സംഘത്തിന് പോയതാണ്, അവിടുന്ന് ഓടി വന്ന് അവിടെ നിന്നോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു ജപമാല ചൊല്ലിയിട്ട് ആയിക്കോട്ടെ നോക്കുന്നതെന്ന്. ഒരു ജപമാലയും ചൊല്ലി കരുണക്കൊന്തയും തിരുകുടത്തേക്കൊന്തയും ചൊല്ലിയിട്ട് നോക്കിയപ്പം അതിനകത്തിരിക്കുക. അപ്പോഴത്തേനും അയലോക്കത്തുള്ളവരെല്ലാം ഓടി വന്ന്, ഈ സ്ഥലം തരുന്ന ആളുകൾ വരെ വന്നിട്ട് പറഞ്ഞു, ഇത് എന്തോ ഒരു അത്ഭുതമായത്. കാരണം എല്ലാവരും തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് കിട്ടിയത്. പിറ്റേ ദിവസം ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പം അവരും പറഞ്ഞു ഇതൊരു ഭയങ്കര അത്ഭുതമാണെന്ന് പറഞ്ഞു. അത് അങ്ങനെ തീർന്നു കഴിഞ്ഞിരുന്നപ്പോഴാണ് പിന്നെ അടുത്തത് വരുന്നത്. സിവിൽ സ്കോർ കുറവാണ് ഞങ്ങൾക്ക്. അതിനും ഞാൻ ഈ ഉടമ്പടി ഇത് തന്നെ ചെയ്തു, അമ്മയുടെ ഇതെടുത്ത് വെച്ചിട്ട്. അപ്പം ഞാൻ വിട്ടു പറയാൻ ഒരു കാര്യം, ഞാൻ ഇത് 2ാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ആൾക്കാരെ ഞാൻ പറയുന്നത്. അത് ആദ്യമേ പറയണമെന്നോർത്ത് പെട്ടെന്നത് പറഞ്ഞില്ല. അതും ഇതുപോലെ തന്നെ ആധാരം എടുത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഒക്ടോബർ 19-ാം തീയതി അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് അച്ഛൻ പറയുക, നാളെ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചോ. പെരയ്ക്ക് വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തൊഴുത്ത് പണിയുന്നവരാണെങ്കിൽ അങ്ങനെ തൊഴുത്തിൻ്റെ അടുത്ത് പോയി നിന്നോ, അല്ലെ അവിടെ നിന്നോ എന്ന് പറഞ്ഞു.
അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം നമുക്കൊരു കച്ചിത്തുരുമ്പാണ് കിട്ടിയിരിക്കുന്നത് തമ്പുരാൻ്റെ കയ്യിൽ നിന്നുള്ളത്. പിറ്റേ ദിവസം രാവിലെ എടുത്ത് വെച്ച് പിന്നെ പിറ്റേ ദിവസമാകാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുക ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. രാവിലെ ഇതുപോലെ തന്നെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് കുരിശ് തൈലം തൊട്ട് 4 സൈഡിൽ ഞാൻ കുരിശ് വരച്ചു, 4 സൈഡിൽ ഉപ്പും വെച്ചു, ഒരു കാശ് രൂപം അതിനകത്ത് വെച്ചു. എന്നിട്ട് ഞാനിതിങ്ങനെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. അമ്മേ, സിവിൽ സ്കോർ അമ്മയ്ക്ക് അസാധ്യമായിട്ടും അല്ല, അമ്മയുടെ തിരുക്കും മോൻ എന്നെ അസാധ്യമായിട്ടുള്ളത് ഒത്തിരി അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ഇതിനു മുമ്പും ഈ കഴിഞ്ഞ ആഴ്ചയും ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തന്നാൽ ഇതും കൂടി ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്നതാണെങ്കിലും 2-3 അത് കഴിഞ്ഞ് ആ തിങ്കളാഴ്ച പോയി ചൊവ്വാഴ്ചത്തെ ആരാധന കഴിഞ്ഞപ്പോൾ ബാങ്ക് മാനേജർ വീട്ടിൽ വന്ന് നിൽക്കുക, വീട് കാണാൻ വന്നതെന്നും പറഞ്ഞ്. അപ്പം എനിക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ചൊവ്വാഴ്ച ദിവസമാണ് കിട്ടുന്നതെല്ലാം. പിന്നെ അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ അന്താളിച്ച് നിൽക്കുക, കാരണം സിവിൽ സ്കോർ ഇല്ല, ലോണ് കിട്ടുകയില്ല, ലോണ് തള്ളിപ്പോകുമെന്ന് പറഞ്ഞതാണ്. എന്നാണെങ്കിലും അവർ വന്നു പോയി ലോണ് കിട്ടി. ഞാൻ ഒത്തിരി ഒന്നും വരുത്തിക്കുന്നില്ല, കാരണം ഇത് എല്ലാവർക്കും സാക്ഷ്യം പറയാനുള്ളതല്ലേ. അതിലും ആ ലോൺ അനുവദിച്ച് ഞാൻ അപ്പോഴും അമ്മയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അമ്മയെ ഒക്ടോബർ 25-ന് മുമ്പ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണേ. അപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ വിളിക്കുമ്പോൾ പറയും, അമ്മ 3-ാം വർഷമല്ലേ നടക്കാൻ പോകുന്നത്, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മയ്ക്ക് അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമെന്ന് പറഞ്ഞു. ഒക്ടോബർ 25 ആയില്ല, അതിന് മുമ്പേ തന്നെ ലോണും അനുവദിച്ചു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, അമ്മേ എനിക്കൊരു ലോൺ എന്ന് കിട്ടിയാലും കുഴപ്പമില്ല, ഇതിൻ്റെ ഒരു അടയാളം കിട്ടിയച്ചമ്മ. പക്ഷേ അടയാളമല്ല തന്നത്, ലോണ് 30 ലക്ഷം രൂപ അനുവദിച്ചു. അത് അവരുടെ കയ്യിലും കൊടുത്തു, ആധാരം ചെയ്തു. ഇന്നലെയാണ് ആധാരം ചെയ്ത് മാറിയത്. പിന്നെ ഞാൻ പറഞ്ഞു, നമുക്കേതായാലും എന്നേതായാലും വേണ്ടില്ല, അമ്മയുടെ ഇത് പുറത്തു പോയി നന്ദി പറഞ്ഞതിന് ശേഷം മതി ബാക്കി എന്ത് കാര്യം ചെയ്തെന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങളൊരു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, അമ്മേ മഴക്കാലമൊക്കെയാണ്, ഞങ്ങൾ പോകുന്ന വണ്ടി ഇനി അടുത്ത 8-ാം തീയതിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകളെയും കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അതിന് മുമ്പായിട്ട് സാക്ഷ്യം പറയണം, എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം ഒരു മുഖം എൻ്റെ മനസ്സിലേക്ക് കാണിച്ചു തന്നു. അപ്പം തന്നെ ആ സഹോദരനെ വിളിച്ചു, സഹോദരൻ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ 12 മണിക്ക് അവിടെ നിന്ന് പോകുന്നതാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഈ ബാങ്കിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവർ പറഞ്ഞു ഇത് എന്തൊരു അത്ഭുതമായി നടക്കുന്നതെന്നായി ചോദിക്കുന്നത്. കാരണം ഞങ്ങളുടെ അഡ്വക്കേറ്റ് ആണെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള ഒരാളായി, നോട്ടറി വക്കീൽ. അവിടെ ചെന്നപ്പോൾ ആണെങ്കിലും ഞാൻ ശകലം ഉപ്പെടുത്തുകൊണ്ട് പോയി വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് കൊന്തയും കൈ പിടിച്ചുകൊണ്ട് ചെന്നിട്ട് ആ ഇരിക്കുന്ന ചെയറിൻ്റെ സൈഡിലും നമ്മുടെ പരിശുദ്ധ അമ്മ എങ്ങനെ നമ്മളോട് ഇടപെടുന്നോ അതുപോലെയാണ് നമ്മളോട് ഇടപെടുന്നത് ഓരോരുത്തരും. അമ്മയും തിരുക്കുമാരനും നമ്മുടെ കൂടുതലുണ്ട്, പിന്നെ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും അമ്മയുടെ ഈ വീടും പെരയുവാണെങ്കിൽ പോലും ഒരു 30 വർഷം മുമ്പ് നമ്മളോട് സെൻറ്റിന് 3000 വെച്ച് മേടിച്ചോളാൻ പറഞ്ഞ ഒരു സ്ഥലവും പെരയാ. ഈ പെര പണിതതെല്ലാം നമ്മുടെ കണ്ണിലാണ് കണ്ടത്. നമ്മളത് കയറി കാണാനൊന്നും പോയിട്ടില്ല. 3 ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞ വീടിന് 4 ബെഡ്റൂമും എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വാർക്ക വീടാണ് അമ്മ തന്നെ ഈശോയിൽ നിന്ന് വാങ്ങിച്ച് തന്നത്. അത്രയേറെ അനുഗ്രഹം അമ്മ ചെയ്തു തരുന്നത്. പിന്നെ ഞങ്ങൾ 2 പേരും കൂടിയാണ് കാരുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഞങ്ങളും കൂടെ കൂടിക്കൊണ്ടൊരു 500 പേരുടെ അടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് നോക്കി നമ്മൾ വിളിച്ച് ചോദിച്ച് പുതുക്കാൻ പോകണ്ടേ, വരുന്നില്ലേ, അങ്ങനെയെല്ലാം ചോദിച്ച് ചെയ്യുന്നു. ഒരു 2000 പേരുടെ അടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ പത്രം ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയാൽ ഞങ്ങൾ ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരും കൂടെ സ്കൂട്ടിയെ കയറി പോവും. നമ്മുടെ അനുഗ്രഹങ്ങളും പറഞ്ഞ് ഓരോ വീടുകളിലും കയറി ഇറങ്ങിയാണ് കൊടുക്കുക. അത് ചിലപ്പം നമ്മൾ വീട്ടിൽ വരുമ്പോൾ ചിലപ്പം രാത്രി 8 മണിയൊക്കെ ആവും രാവിലെ ഇറങ്ങുന്ന, എന്നാലും ഒരു മടുപ്പോ ക്ഷീണമൊന്നുമില്ല. നമ്മളിതെല്ലാം ചെയ്തേച്ച് വരുമ്പോഴത്തേനും നമുക്കൊരനുഗ്രഹം ദൈവം അവിടെ കരുതി വച്ചിരിക്കുക. അതുപോലെ അനുഗ്രഹങ്ങളാണ് ഇങ്ങനെ തരുന്നത്. ഈ പത്രം പിന്നെ എല്ലാ മാസവും ഇവിടുന്ന് പത്രം മേടിച്ച് കൊണ്ടുവന്ന് ഞാൻ ഓരോരുത്തർ പറഞ്ഞു വിടുമ്പോഴൊക്കെ പത്രം മേടിച്ച് 5-6 കെട്ട് കൊണ്ടേ കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു 10-24 അപ്പച്ചന്മാരുള്ള ഒരു സ്നേഹഭവനുണ്ട്. അവിടെ പോകും. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ചും മേടിച്ച് കൊണ്ടു കൊടുക്കും, നമ്മളായിട്ടും കൊടുക്കും, അങ്ങനെ എല്ലാം കൊടുക്കുന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾ നല്ല പറയേണ്ടത്. ഇത് എന്നാ പറയുന്നത്, ഒരു പൂവ് ചോദിക്കുമ്പോൾ ഒരു പൂന്തോട്ടം തന്നെയാണ് നമുക്കിങ്ങനെ തരുന്നത്. അത്രയേറെ അനുഗ്രഹങ്ങളാണ് ചെയ്തു തരുന്നത്. ഇതിനെങ്ങനെ നന്ദി പറയേണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ അച്ഛൻ പറയുന്ന പോലെ ഞാൻ ഏത് പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പ് ഞാൻ ഈശോയോടൊരു വാക്ക് പറയും, ഈശോയെ ഞാൻ ഈ ചോദിക്കുകയോ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണേ എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ഏത് കാര്യവും ചോദിക്കുള്ളൂ. കാരണം എനിക്ക് പഠിത്തമോ വിവരമോ ബോധമോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞിട്ടേ ചെയ്യും. എന്ത് കാര്യമാണേലും ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഉള്ളിൽ നിന്നത്
പറഞ്ഞു തരുക. പൈസയ്ക്കൊക്കെ വിഷമം വന്ന് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്തുണ്ടല്ലോ, മനുഷ്യരുടെ നമ്മുടെ മുഖങ്ങളിങ്ങനെ ഓരോ മനുഷ്യരെ കാണിച്ചു തരും. ചോദിക്കാൻ പോലും ഇടവരുത്താതെ കൊണ്ടിട്ടാണ് ദൈവം നമുക്ക് കൊണ്ടുനിങ്ങനെ വരുന്നതിന്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി ഒന്നും പറഞ്ഞാൽ പോരാ, അത്രയേറെ അനുഗ്രഹം ചെയ്തു തരുന്നു. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം: ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. നമ്മളെപ്പോഴും വളരെ സന്തോഷവാന്മാരായിരിക്കണമെന്നാണ് ഈശോയും പരിശുദ്ധ അമ്മയും ആഗ്രഹിക്കുന്നത്. ഷേളിയും ജോർജും ഇവിടെ വന്ന് ഉടമ്പടിയെടുത്തപ്പോൾ അവരുടെ സന്തോഷം പൂർണ്ണമായി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. തങ്ങളെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്നതിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ വാർത്തയാണ് ഇപ്പം നമ്മോട് പങ്കുവെച്ചത്. ജോസഫ് അച്ഛൻ ഇടയ്ക്ക് പെട്ടെന്ന് ചില അനുഗ്രഹങ്ങളൊക്കെ മുൻകൂട്ടി നമ്മെ അറിയിക്കും. നാളെ നിങ്ങളുടെ എല്ലാം പ്രമാണങ്ങളും ഡോക്യുമെൻറ്റും എടുത്ത് നിങ്ങൾ റെഡിയായിരിക്കുക, ഈശോയുടെ അനുഗ്രഹം പ്രാപിക്കുവാനായി റെഡിയായിരിക്കുക. ആ അനുഗ്രഹത്തിന് വേണ്ടി നാം പിറ്റേ ദിവസം 5:30 എന്ന സമയത്തിന് വേണ്ടി നമ്മളെല്ലാം കാത്തിരിക്കുന്നവരാണ്. ജോസഫ് അച്ഛൻ ഈശോയുടെ വിശുദ്ധ കുരിശ് ഉയർത്തിക്കൊണ്ട് അവിടുത്തെ തിരുരക്തത്താൽ നമ്മയെല്ലാം ആശീർവദിക്കുന്ന ആ ഒരു നിമിഷം തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന തന്നെ നിമിഷമാണ് രാവിലെ 5:30 എന്ന സമയം. നാം ഏത് നാട്ടിലായാലും ഏത് സമയത്തായാലും ഏത് മെരിഡിയത്തിലായാലും നമുക്കത് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുന്ന അത്ഭുതത്തിൻ്റെ സമയമാണ് രാവിലെ 5:30 എന്ന സമയം. ചൊവ്വാഴ്ചകളിൽ ഇവർക്ക് എല്ലാ അത്ഭുതങ്ങളും നടക്കുന്നു എന്ന് ഇവരിവിടെ പറയുകയുണ്ടായി. ചൊവ്വാഴ്ച എന്ന് പറയുന്ന ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ ആ ധ്യാന പ്രസംഗങ്ങൾ കേൾക്കുന്ന ആരാധന കൂടുന്ന ദിവസമാണ്. ആരാധനയിലാണ് വലിയ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്, നമുക്ക് വലിയ വലിയ സന്ദേശങ്ങൾ ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ പരിശുദ്ധ അമ്മ സന്ദേശങ്ങൾ നൽകുന്ന ഒരു വലിയ ധന്യമുഹൂർത്തമാണ് ചൊവ്വാഴ്ച നമ്മൾ ഓൺലൈനിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമുക്കതിനുവേണ്ടി കാത്തിരിക്കാം. 500-ലധികം പേരെ അവരവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സഹായിച്ചു. പരിശുദ്ധ അമ്മയിലേക്ക് ഈശോയിലേക്കും അവർ കൂട്ടിക്കൊണ്ടുവരുന്ന വലിയ സാഹസികതയുടെയും ശക്തീകരണത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു വലിയ സാക്ഷ്യത്തിന് നമുക്കും സാക്ഷികളായി നിൽക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. വീടുകളില്ലാത്ത എല്ലാ മക്കളെയും, ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരെയും, ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, വീടുകളില്ലാതെ കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന മഴയത്തും വെയിലത്തുമെല്ലാം വേദനിക്കുന്ന മക്കളുടെ നിയോഗങ്ങളെ നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് അവർക്കെല്ലാം വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.